കൊയിലാണ്ടി നിയോജക മണ്ഡലം ബി.ജെ.പി. സ്ഥാനാർത്ഥി പ്രഫുൽ കൃഷ്ണയാണ് നമ്മോടൊപ്പം ചേരുന്നത്. എങ്ങനെയുണ്ട് പ്രചരണങ്ങളൊക്കെ? നന്നായി നടക്കുന്നു. കൊയിലാണ്ടിയെ സംബന്ധിച്ചിടത്തോളം കൊയിലാണ്ടിയിൽ വലിയ മാറ്റം വേണമെന്ന് കൊയിലാണ്ടിയിലെ ജനങ്ങൾ ആഗ്രഹിക്കുകയാണ്. കൊയിലാണ്ടി പോലെ വലിയ സാധ്യതകളുള്ളൊരു മണ്ഡലം, ടൂറിസത്തിൻ്റെ അനന്ത സാധ്യതകളുണ്ട് കൊയിലാണ്ടിയിൽ. ഇവിടെ കാപ്പാട് ബീച്ചുണ്ട്, അത് കഴിഞ്ഞാൽ ഉരുപുണ്യകാവുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ തിക്കോടി ഡ്രൈവിംഗ് ബീച്ചുണ്ട്, മിനി ഗോവയുണ്ട്, പയ്യോളി ബീച്ചുണ്ട്, അതുപോലെ വെള്ളിയാങ്കല്ലുണ്ട്. ബാക്ക് വാട്ടർ ടൂറിസത്തിൻ്റെ സാധ്യതകളായിട്ടുള്ള അകലാപ്പുഴ, കോരപ്പുഴ, അതുപോലെ തന്നെ കണയങ്കോട് പുഴ, ഈ സാധ്യതകളെ മാത്രം പ്രയോജനപ്പെടുത്തിയാൽ ഈ കൊയിലാണ്ടിയുടെ തലവര മറ്റൊന്നാകുമായിരുന്നു. അപ്പം ഞങ്ങളുടെ മനസ്സിൽ ഈ കൊയിലാണ്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയൊരു പദ്ധതി തന്നെ എൻ ഡി എയുടെ മനസ്സിലുണ്ട്, ബി.ജെ.പിയുടെ മനസ്സിലുണ്ട്. കൊയിലാണ്ടിയുടെ നട്ടല് എന്ന് പറയുന്നത് മത്സ്യബന്ധന മേഖലയാണ്, മത്സ്യത്തൊഴിലാളികളാണ്. പക്ഷേ കൊയിലാണ്ടിയുടെ മത്സ്യത്തൊഴിലാളികൾക്ക് പട്ടിണിയും പരിവട്ടവും മാത്രമേ ഉള്ളൂ. മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി ഒരു പദ്ധതിയും കാര്യമായി ആവിഷ്കരിക്കാൻ വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാരിന് സാധിച്ചിട്ടില്ല. പിന്നെ മാത്രമല്ല, ഇവിടെ ഉന്നത വിദ്യാഭ്യാസത്തിലുള്ള കേന്ദ്രങ്ങളില്ല. ഇവിടുത്തെ താലൂക്ക് ആശുപത്രി ജില്ലാ ആശുപത്രിയാക്കി ഉയർത്തുമെന്ന് എല്ലാ തെരഞ്ഞെടുപ്പിലും പറയുന്നതാണ്. ഇതുവരെയാക്കിയും ഉയർത്തിയിട്ടില്ല. എന്നുവെച്ചാൽ പ്രാഥമിക സൗകര്യങ്ങൾ പോലും ഈ കൊയിലാണ്ടിക്കില്ല. 140 നിയോജക മണ്ഡലങ്ങളിൽ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന മണ്ഡലമാണ് ഇന്ന് കൊയിലാണ്ടി. LDFിനെയും UDFിനെയും മാത്രമാണ് പിന്തുണച്ചിട്ടൊരു ചരിത്രമാണ് കൊയിലാണ്ടിക്കുള്ളത്. അപ്പോൾ അതിലൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ പറ്റുന്ന വിശ്വാസമുണ്ടോ? തീർച്ചയായിട്ടും. കാരണം ഈ കൊയിലാണ്ടിയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ, അവർ മന്ത്രിമാരായവരുണ്ട്. സംസ്ഥാനം ഭരിക്കുന്ന സമയത്ത് പോലും കൊയിലാണ്ടിക്ക് വേണ്ടി എന്താ ചെയ്തിട്ടുള്ളത്? ഞാൻ ഈ പറഞ്ഞ എല്ലാ മത്സ്യത്തൊഴിലാളികൾക്കൊന്നും ചെയ്തിട്ടില്ല. ഇവിടുത്തെ പരമ്പരാഗതമായിട്ടുള്ള കൈത്തൊഴിലുകളുണ്ട്, ഇവിടെ മൺപാത്ര നിർമ്മാണമുണ്ട്, നെയ്ത്തുണ്ട്. ഇപ്പോഴും ആ നെയ്ത്ത് ശാലയിലൊക്കെ പോകുന്ന സമയത്ത് സങ്കടം വരികയാണ്. കുടിവെള്ളമില്ലാത്ത സ്ഥലങ്ങളുണ്ട്, സ്വന്തമായി കിടപ്പാടമില്ലാത്ത ആളുകളുണ്ട്. എന്ന് പറഞ്ഞാൽ കൊയിലാണ്ടിയിലെ ജനങ്ങൾ നരകതുല്യമായിട്ടുള്ള ജീവിതമാണ് നയിക്കുന്നത്. ഇവിടുത്തെ പ്രാദേശികമായിട്ടുള്ള ഉൾനാടൻ റോഡുകളെല്ലാം പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്നു. കൊയിലാണ്ടിക്ക് ഇത് മതി എന്നുള്ള ധിക്കാരപരമായ സമീപനമാണ് ഇവിടെ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾക്കുണ്ടായത്. അത് തീർച്ചയായിട്ടും കൊയിലാണ്ടിക്ക് ശാപമോക്ഷം കിട്ടാൻ പോകുന്ന തെരഞ്ഞെടുപ്പായിരിക്കും ഈ തെരഞ്ഞെടുപ്പ്. എന്താണ് മെയിനായിട്ട് നൽകുന്നൊരു വാഗ്ദാനം കൊയിലാണ്ടിക്ക് വേണ്ടി? കൊയിലാണ്ടിയെ സംബന്ധിച്ചിടത്തോളം കൊയിലാണ്ടിയുടെ സമഗ്രമായ മാസ്റ്റർ പ്ലാനാണ് ഞങ്ങൾ സമർപ്പിക്കുന്നത്. കൊയിലാണ്ടിയുടെ ടൂറിസം മേഖലയാണ് ഒന്നാമത്തെ ഊന്നൽ കൊടുക്കുന്നത്. കൊയിലാണ്ടി ലോക ടൂറിസം ഭൂപടത്തിൽ ഈ കൊയിലാണ്ടി അടയാളപ്പെടുത്തപ്പെടും. എൻ്റെ കൊയിലാണ്ടിയിലേക്ക് ലോകത്തെമ്പാടുമുള്ള ടൂറിസ്റ്റുകൾ ഒഴുകിയെത്തും. കൊയിലാണ്ടിയുടെ എല്ലാ ഘടകങ്ങളെയും സ്പർശിച്ചുകൊണ്ടുള്ള ഒരു മാസ്റ്റർ പ്ലാൻ തന്നെയാണ് ഞങ്ങളുടെ മനസ്സിലുള്ളത്. കൊയിലാണ്ടിയുടെ മുഖച്ഛായ മാറും. ഇവിടെ നിന്ന് ജനപ്രതിനിധിയായി നിയമസഭയിലേക്ക് എത്തുന്നത് എൻ്റെ ശബ്ദത്തിനല്ല, ഈ കൊയിലാണ്ടിയിലെ ഇത്രയും നാൾ ശബ്ദമില്ലാതായി പോയവരുടെ ശബ്ദത്തിന് വേണ്ടിയാണ്. അവരുടെ ശബ്ദമാകാനാണ് ഞാൻ നിയമസഭയിലേക്ക് പോകുന്നത്. കൊയിലാണ്ടിയുടെ മുഖച്ഛായ മാറ്റുന്ന പദ്ധതികളുണ്ടാകും. കൊയിലാണ്ടിയിൽ NDA BJP അട്ടിമറി വിജയം നേടും. കൊയിലാണ്ടിയിൽ BJP അട്ടിമറി വിജയം നേടുമെന്നാണ് പ്രഫുൽ കൃഷ്ണ പറയുന്നത്. ക്യാമറമാൻ അനുരാഗിനൊപ്പം രേഷ്മ സുരേന്ദ്രൻ, അമൃത ന്യൂസ്.